ജമായത്ത് ഇസ്ലാമി സഹകരണത്തിൽ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം. ലീഗിനെ പിളർത്താൻ പണിയെടുത്ത ജമായത്ത് ഇസ്ലാമിക്കാണോ ലീഗ് പ്രവർത്തകർ വോട്ട് പിടിക്കേണ്ടത് എന്നാണ് മുഖപത്രമായ സിറാജിലെ ലേഖനത്തിലെ ചോദ്യം. കേരള മുസ്ലിം ജമായത്തിന്റെ സെക്രട്ടറി സുലൈമാൻ സഖാവി എഴുതിയ ലേഖനത്തിലാണ് വിമർശനമുള്ളത്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കുകയാണ്. കാന്തപുരം വിഭാഗം മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. മുഖപത്രമായ സിറാജ് പത്രത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വോട്ട് തേടുമ്പോൾ എന്നുള്ള തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയേക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 2010 കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമം പത്രത്തിൽ മുസ്ലിം ലീഗിനെ വളരെ മോശമാക്കിയും വർഗീയമാക്കിയും വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: മാറാട് കലാപത്തിന്റെ ഈ കറ ഏന്തി അല്ലെങ്കിൽ അതിന്റെ രക്തക്കറ പേറി മുസ്ലിം ലീഗിനെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, മുസ്ലിം ലീഗ് ഒന്നാം തരം തീവ്രവാദ പാർട്ടിയാണെന്നും അന്നത്തെ ലേഖനത്തിൽ പരാമർശിക്കുകയുണ്ടായി. മാത്രമല്ല, മാറാട് കലാപത്തിൽ CBI അന്വേഷണം വരുന്ന ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഭയപ്പാടോടുകൂടി ഇതിനെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഈ ലേഖനത്തിൽ മുസ്ലിം ലീഗിനെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ചെയ്ത ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി എങ്ങനെയാണ് മുസ്ലിം ലീഗിന് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ലേഖനത്തിൽ മാളിയേക്കൽ സുലൈമാൻ സഖാഫി ചോദിക്കുന്നത്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പാണക്കാട് നിന്ന് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എങ്ങനെ ഉടലെടുത്തു എന്നും ഇതിൽ ചോദിക്കുന്നു. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി നേതൃപരമായ പങ്കുവഹിക്കുന്ന മുസ്ലിം പേഴ്സണൽ ബോർഡ് പോലെയുള്ള വേദികളിൽ അംഗത്വം വേണ്ടെന്ന് വെക്കാൻ മുസ്ലിം ലീഗിന് ധൈര്യമുണ്ടോ എന്നും ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അതിൽ നിന്നും പിന്മാറാൻ ധൈര്യമുണ്ടോ എന്നും ഇത്തരത്തിൽ ചോദിക്കുന്നു. ഏതായാലും ഈ വെൽഫെയർ പാർട്ടി UDF ബന്ധവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കാന്തപുരം വിഭാഗം ഇപ്പോൾ ഉയർത്തുന്നത്. നേരത്തെയും ഈ വിമർശനം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സമസ്ത EK വിഭാഗത്തിലെ ചില നേതാക്കളും ഈ സമാനമായ വിഷയത്തിൽ മുസ്ലിം ലീഗിനെയും UDF-നെയും എതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി CPM മാത്രമല്ല മുസ്ലിം സംഘടനകളും അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ വെൽഫെയർ UDF ബന്ധത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.